മിക്ക കുട്ടികളുടെയും ഒരു ഡൗട്ടാണ്, രണ്ട് സർക്കിൾസിൻ്റെ ഏരിയയുടെ റേഷ്യോ 4:9 ആണെങ്കിൽ അങ്ങനെയെങ്കിൽ രണ്ട് സെമി സർക്കിൾസിൻ്റെ പെരിമീറ്ററുകളുടെ റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. അപ്പോൾ രണ്ട് സർക്കിൾസ് ഉണ്ടല്ലേ, ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട് രണ്ട് സർക്കിൾസ് ഉണ്ടെന്ന്. അപ്പോൾ രണ്ട് സർക്കിൾസിനും സെയിം ആയിട്ടുള്ള റേഡിയസ് ആണോ? അല്ല, രണ്ട് സർക്കിൾസിനും രണ്ട് റേഡിയസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സർക്കിളിൻ്റെയും റേഡിയസ് ഇവയാവട്ടെ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം സർക്കിൾസിൻ്റെ ഏരിയാസിൻ്റെ ഫോർമുല എത്രയാണ്? πr² ആണ്. ആദ്യത്തെ റേഡിയസിന് πr² 1:πr² 2 ആണ് 4:9 എന്ന് പറയുന്നത്. പൈ രണ്ടിടത്തും കോമൺ ഉള്ളതുകൊണ്ട് പൈ രണ്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് r1² r2² 4:9 എന്ന് കിട്ടി. ശേഷം ഇവരുടെ റൂട്ട് കളയാനായിട്ട് നോക്കിക്കേ, സ്ക്വയർ ഉണ്ട്. സ്ക്വയർ കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് മൊത്തത്തോടെ റൂട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇത് കളയാൻ പറ്റി. അതോടൊപ്പം തന്നെ ഇവർ ചെറുതാകുകയും ചെയ്തു. അതായത് ഇവരുടെ നേരെയുള്ള ഇതായി മാറി. അതായത് 2:3 ആണ്. ഇവർ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വയർ റൂട്ടുകളായതുകൊണ്ട് നമുക്ക് 2:3 എന്ന ഇത് കൊടുക്കാൻ സാധിച്ചു. പിന്നീട് നമുക്ക് അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളെടുത്ത സെമി സർക്കിൾസിൻ്റെ പെരിമീറ്റേഴ്സുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെമി സർക്കിൾസിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോർമുല എത്രയാണ്? π+2r അല്ലെങ്കിൽ r2+π എന്നതാണ് ഫോർമുല. അപ്പോൾ ആദ്യത്തെ റേഡിയസ് ഇവയാകട്ടെ, രണ്ടാമത്തെ റേഡിയസ് ഇവയും ആകട്ടെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ കൂട്ടണ്ട. കാരണം നമുക്ക് ഇവരുടെ ഫോർമുല അറിയാമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവരുടെ ഫോർമുല അറിയാലോ. സെമി സർക്കിൾസിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോർമുല r2+π ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൂട്ടണ്ട, നമുക്ക് അതേ ഫോർമുല അതേപോലെ എഴുതിയാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ π+2 ഇവിടെ കോമൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്തത് നമുക്ക് ഒരു r1ഉം r2ഉം ഇത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് 6 ഇത് 6, അപ്പോൾ ഇതും കട്ട് ചെയ്യട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നോക്കുക, ഇത് ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ്, ഇത് രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ്. ഇവർക്ക് 1, 2 എന്ന് പറഞ്ഞൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരെ കട്ട് ചെയ്ത് കളയാൻ സാധിക്കില്ല. നമുക്ക് എന്ത് കിട്ടി? P1 P2യുടെ റേഷ്യോ P1:P2 r1:r3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2:3 എന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2:3 ആണ്.